വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു മിച്ചർ ഉണ്ടാക്കിയാലോ? കേൾക്കുന്നില്ലേ അതിൻ്റെ ഒരു ക്രിസ്പിനെസ്? നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഈ ബേക്കറികളിലൊക്കെ പോയിട്ട് നമ്മൾ ഈ മിച്ചറൊക്കെ വാങ്ങുന്നതിന് വീടുകളിൽ തന്നെ ഇതുപോലെ നമുക്ക് ഹോം മെയ്ഡായിട്ട് മിച്ചർ, അതും ബേക്കറി സ്റ്റൈൽ തന്നെ, ബേക്കറി കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. മിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിവിടെ ആദ്യം വേണ്ടത് കടലമാവാണ്. 2 കപ്പ് കടലമാവും 1 കപ്പ് അരിപ്പൊടി, 2:1 റേഷ്യോയിലാണ് നമ്മളിത് എപ്പോഴും എടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ. പഞ്ചസാര ഓപ്ഷണലാണ്, പക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പഞ്ചസാരയും കൂടി ചേർത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എന്തായാലും പഞ്ചസാരയും കൂടി ചേർക്കണം. എന്നിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചില്ലിൻ്റെ ഹോളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലിയ ഹോളുള്ളത് നമ്മുടെ ഇടിയപ്പം മേക്കറിലുണ്ട്. അപ്പോൾ ഇടിയപ്പം മേക്കറിൽ നമ്മുടെ മാവ് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് അത് വെച്ചിട്ടാണ് നമ്മളിനി ബാക്കി പരിപാടികൾ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ചില്ല് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ആ ഹോൾസ് വലിപ്പമുള്ള ഹോൾസുള്ള ചില്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇടിയപ്പം മേക്കർ ഇങ്ങനെ പ്രസ്സിങ് ആയതുകൊണ്ടാണ് ഞാനത് പ്രസ് ചെയ്ത് കൊടുക്കാൻ തന്നെ. അപ്പോൾ ചുറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക. പ്രസ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ചുറ്റിക്കുന്നതാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കണം. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് അടുത്ത സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിമും മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ആവും, കാരണം നല്ല ചൂടുള്ള എണ്ണയാണ്, പെട്ടെന്ന് തന്നെ ആവും. അതുകൊണ്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കരുത്, പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഒരുപാട് മുരിഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഓൾറെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി സ്ട്രെയിനറിലേക്ക് മാറ്റാം. ബാക്കി മാവും ഇതുപോലെ തന്നെ ചെയ്ത് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിനി ബൂന്തി തയ്യാറാക്കണം. ബൂന്തി തയ്യാറാക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും 1 നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിക്കുക. നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയായിരിക്കണം കേട്ടോ. ഇതാ ഓട്ടോട്ടുള്ള ചട്ടകം എടുക്കുക, അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ ആയി പോയാലും അവിടെ കട്ടയായിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബൂന്തി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതും നമുക്ക് കോരി സ്ട്രെയിനറിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊട്ടുകടല ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ആയി പോകണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. 1 മിനിറ്റിനുള്ളിൽ തന്നെ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് അപ്പം തന്നെ എടുക്കാം. അത്രേ ഉള്ളൂ. കാരണം അതൊന്നും പെട്ടെന്ന് ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് എടുക്കുക, ഒന്നും നടക്കുക, ജസ്റ്റ് അപ്പം തന്നെ കോരി സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി അതേപോലെ നമ്മുടെ കടലയും കൂടി, നിലക്കടലയും കൂടി ഇതുപോലെ തന്നെ ചെയ്യുക. പെട്ടെന്ന് തന്നെ എടുക്കുക. ഒരുപാട് നേരം എണ്ണയിലിട്ട് മുരിപ്പിക്കേണ്ട ആവശ്യമില്ല, അധികം മൂത്ത് പോയാൽ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് അധികം മൂത്ത് പോരുത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഇതുപോലെ ഇട്ടിട്ട് ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇടണം, അതിൻ്റെയും കൂടി ഫ്ലേവർ നമുക്ക് ആ മിക്സറിൽ കിട്ടിയാലാണ് കറക്റ്റ് ആ നമ്മുടെ ഒരു കേരള മിക്സറായി വരിക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വറ്റമുളകാണ്.
കാരണം നമ്മളിവിടെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു വറ്റൽമുളക്, ഇത് എരിവുള്ള വറ്റൽമുളകാണ്. ഈ ഒരു വറ്റൽമുളകാണ് നമ്മുടെ ഈ ഒരു മിക്സറിന് കൊടുക്കുന്ന ഈ ഒരു സ്പൈസി എന്ന് പറയുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മിക്സർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു സംഭവം നമുക്ക് ആദ്യം ഒന്ന് പൊടിക്കണം. കാരണം ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മുടെ ആ സേവനാഴി ഇങ്ങനെ ചുറ്റിക്കുന്ന പോലെ റൗണ്ട് വലിയ ഷേപ്പിലൊക്കെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമ്മുടെ കൈ കൊണ്ട് വെച്ച് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുക. പിന്നെ സൗണ്ട് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലെത്രത്തോളം ക്രിസ്പിനെസ് ഉണ്ടെന്ന്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ബൂന്തിയും കറിവേപ്പിലയും മറ്റമുളകും നിലക്കടലയും പൊട്ടുകടലയും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മിക്സർ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ? ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പോൾ ഇനി മിക്സർ കഴിക്കാൻ തോന്നുമ്പോൾ ഓടിപ്പോയിട്ട് ബേക്കറിയിലേക്ക് ഓടണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് മിക്സർ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.